14 വയസ്സായപ്പോൾ ഇനി ദൂരത്തേക്കൊന്നും പണിക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ആട് വാങ്ങിച്ചു തന്നു. ആട് വാങ്ങിച്ചു തന്ന് ആടും മേയ്ക്കും. പിന്നെ പള്ളിയിൽ ഹൗലുണ്ട്. ഹൗലിലേക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുക. ഒരു മാസം കോരി ഒഴിച്ചാൽ 5 രൂപ തരും. അത് 10-15 കുടം വെള്ളം, ഇതിന് 50 കുടം വെള്ളം കൊള്ളണതാണ്. ദിവസം 10-15 കുടം വെള്ളം കിണറ്റിൽ നിന്ന് നിറച്ചിട്ട് അതിൽ കൊണ്ട് ഒഴിക്കും. അപ്പോൾ അതിങ്ങനെ ദിവസം ഒഴിക്കുമ്പോൾ അതിലൊപ്പം വെള്ളം ഉണ്ടാവും. ഒറ്റ ദിവസം കൊണ്ട് ഒഴിക്കണമെങ്കിൽ 50 കുടം ഒഴിക്കണം. ദിവസം ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി. അതൊഴിക്കും. ആട് മേയ്ക്കാൻ പോകും. പിന്നെ ചപ്പടിക്കാൻ പോകും, ചോറ് വയ്ക്കാൻ. അങ്ങനെ വലിയ പറമ്പുകളൊക്കെ ഉണ്ട്. ചൂലൊക്കെ എടുത്തിട്ട് ചാക്കൊക്കെ എടുത്തിട്ട് പോയി ചപ്പടിച്ചിട്ട് വരും ചോറ് വയ്ക്കാൻ. അങ്ങനെ ഒരു 14 വയസ്സ് കഴിഞ്ഞു. 15 വയസ്സായി. 15 വയസ്സായപ്പോൾ എൻ്റെ ചെറിയ ആങ്ങള എന്നെ ബംഗ്ലാ സ്കൂളിൻ്റെ അവിടെ തുന്നൽ പഠിക്കാൻ കൊണ്ട് ചേർത്തി. ഒരു മാസം 7 രൂപയാണ് ഫീസ്. 7 രൂപ കൊടുത്ത് ചേർത്തി. പിറ്റത്തെ മാസം 7 രൂപ തന്നു. അതിൻ്റെ പിറ്റത്തെ മാസം തരാനില്ല. അങ്ങനെ തുന്നൽ പഠിക്കാൻ പോകും. 2 മണിക്കൂർ, ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കൂർ. പിറ്റത്തെ മാസം ദിവസം പോയാൽ പോരാ, മാസം ഫീസ് കൊടുക്കണ്ടേ. അപ്പോൾ ഞങ്ങളുടെ അവിടെ അമ്മായിമാർക്കൊക്കെ കൃഷികളൊക്കെ ഉണ്ടെന്നറിയാം. അപ്പോൾ കൃഷിയിൽ വലിയവർക്കൊക്കെ നിറയെ കൂലിയൊക്കെ കൊടുത്ത് പണിയെടുപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ നമ്മൾ പോയി ഇടയ്ക്ക് പോയിട്ട് ഈ വയക്കപ്പണിയാണെങ്കിൽ വയക്കൽ പിന്നെ റോഡിൻ്റെ അടിയിലിട്ട് ഉണക്കുക, അത് വാരിക്കൊണ്ടിട്ട് കൊടുക്കുക. ഇപ്പോഴത്തെ പോലെ ഒന്നുമല്ല റോഡ്. അപ്പോൾ എപ്പോഴെങ്കിലും ഓരോ വണ്ടിയെ വരുള്ളൂ. അതുകൊണ്ട് റോഡിലൊക്കെ ഇട്ട് ഉണക്കുക, വാരിയിട്ട് കൊടുക്കുക. പിന്നെ ചാണകം കൊട്ടയിലാക്കും വലിയവർ. ഞങ്ങൾക്ക് ഈ മാട്ടിന് വെള്ളം കൊടുക്കുന്ന അലുമിനിയം പാത്രത്തിലാക്കി തരും. അതിലാക്കിയിട്ട് പാടത്തേക്ക് കൊണ്ടുപോവുക, പാടത്ത് കൊണ്ട് കൊട്ടുക, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ വലിയവർക്ക് 7 രൂപയുടെ ഞങ്ങൾക്ക് 5 രൂപ തരും. അങ്ങനെ ഞായറാഴ്ച ചെയ്യും. എന്നിട്ട് ആ പൈസ എടുത്ത് വയ്ക്കും. പിറ്റത്തെ ഞായറാഴ്ചയും ചെയ്യും. അങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് മാസം 7 രൂപ ഫീസ് കൊടുക്കുക. അങ്ങനെ ഒരു 9 മാസം തുന്നൽ പഠിച്ചു. തുന്നൽ പഠിച്ചപ്പോൾ വലിയ ഞങ്ങളൊരു മെഷീൻ വാങ്ങിച്ചു തന്നു അടവിന്, പാലക്കാട്ടിൽ നിന്ന്. പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ